ഇനി ഒരു വിയോഗത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്ന. മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മുകുൾ റോയ് അന്തരിച്ചു. അദ്ദേഹത്തിന് 71 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, പറയൂ. അതുപോലെ നമ്മുടെ 24 ആർമിക്ക് ഒരു ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രി 1:30 മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ മുകുൾ റോയ് അന്തരിച്ചത്. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘകാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് വിട്ട് മമതാ ബാനർജിയോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലെ രണ്ടാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2011 തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരം പിടിച്ചതിന് പിന്നാലെ രാജ്യവ്യാപകമായി തന്നെ പാർട്ടിയെ വളർത്തുന്നതിനായി മമതാ ബാനർജി നിയോഗിച്ചിരുന്നത് മുകുൾ റോയെ ആയിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ അദ്ദേഹം എത്തി വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഡൽഹിയിലും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു കരുത്തായി പ്രവർത്തിച്ചിരുന്നത് മുകുൾ റോയ് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് 2019 അദ്ദേഹം BJP-യിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് BJP-യുടെ വളർച്ചയിൽ നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നിലവിലുള്ള പല BJP നിയമസഭാ അംഗങ്ങളെയും ഒപ്പം തന്നെ പാർലമെൻറ്റ് അംഗങ്ങളെയും മറ്റ് പാർട്ടികളിൽ നിന്നും അടർത്തിയെടുത്ത് BJP-യിലേക്ക് എത്തിച്ചതിൽ നിർണായക പങ്ക് മുകുൾ റോയ് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും ഇടത് പാർട്ടികളിൽ നിന്നും നേതാക്കളെ BJP-യിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ മുകുൾ റോയ് BJP അംഗമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം പാർട്ടിയിൽ ശക്തനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കഴിഞ്ഞ 2025 നവംബറിൽ കൊൽക്കത്ത ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ കുടുംബം അല്പസമയത്തിനകം തന്നെ പങ്കുവയ്ക്കും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.